നമസ്കാരം വിദ്യാർത്ഥികളെ. ഈ വിഷയത്തിൽ നിങ്ങൾ ആർക്ക് വെൽഡിംഗ് മെഷീനും അനുബന്ധ ഉപകരണങ്ങളും സജ്ജീകരിക്കുന്നതിനെ കുറിച്ചും ഒരു ആർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതിനെ കുറിച്ചും പഠിക്കാൻ പോകുന്നു. ലക്ഷ്യങ്ങൾ. ഈ ടോപ്പിക്കിന് അവസാനം നിങ്ങൾ ഇനി പറയുന്നതിനെ കുറിച്ച് പഠിക്കും. വെൽഡിംഗ് മെഷീനും ഇലക്ട്രോഡ് ഹോൾഡറും തമ്മിൽ വെൽഡിംഗ് കേബിളുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് SMAW മെഷീനുകൾ സജ്ജമാക്കുക. വെൽഡിംഗ് മെഷീൻ ക്രമത്തിൽ പ്രവർത്തിപ്പിച്ചു തുടങ്ങുകയും നിർത്തുകയും ചെയ്യുക. വെൽഡിംഗ് കറന്റ് സജ്ജമാക്കുക. സ്ട്രൈക്ക് ചെയ്യുക. ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. ഫ്ലാറ്റ് പൊസിഷനിൽ ഒരുപോലെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുക. വെൽഡ് സർഫസ് ക്ലീൻ ചെയ്ത് പരിശോധിക്കുക. ഇനി നമുക്ക് SMAWന് ആവശ്യമായ ടൂളുകളും എക്വിപ്മെന്റുകളും നോക്കാം. സ്റ്റീൽ റൂളർ, സ്ക്രൈബർ, പ്രിക് പഞ്ച് അല്ലെങ്കിൽ ഡോട്ട് പഞ്ച്, ബോൾ പീൻ ഹാമർ, ഫ്ലാറ്റ് ഫയൽ, ബെഞ്ച് വൈസ്, ട്രൈ സ്ക്വയർ, പ്രോങ്സ്, ചിപ്പിംഗ് ഹാമർ, സ്റ്റീൽ വയർ ബ്രഷ്, വ്യക്തിഗത സംരക്ഷണ ഉപകരണങ്ങൾ PPE, SMAW വെൽഡിംഗ് മെഷീൻ, ഇലക്ട്രോഡ് കേബിൾ, എർത്ത് കേബിൾ, ഇലക്ട്രോഡ് ഹോൾഡർ, വെൽഡിംഗ് ഇലക്ട്രോഡ്, ഗ്രൗണ്ട് ക്ലാമ്പ് അല്ലെങ്കിൽ എർത്ത് ക്ലാമ്പ്, വെൽഡിംഗ് ടേബിൾ, സി ക്ലാമ്പ്, റെക്ടിഫയർ. ഒരു ആർക്ക് വെൽഡിംഗ് മെഷീനും ഒരു ആർക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതിനുള്ള അനുബന്ധ ഉപകരണങ്ങളും എങ്ങനെ സജ്ജീകരിക്കാമെന്ന് ഇപ്പോൾ നോക്കാം. ശരിയായ വെളിച്ചവും നല്ല വായു സഞ്ചാരവുമുള്ള ജോലിസ്ഥലം സജ്ജമാക്കുക. വൈദ്യുതി സപ്ലൈക്ക് അനുയോജ്യമായ സെറ്റിംഗിലേക്ക് മെയിൻ ലൈനിൽ നിന്ന് പവർ സ്വിച്ച് എർത്തിങ് സജ്ജമാക്കുക. ശരിയായ വെളിച്ചത്തിൽ വെൽഡിംഗ് ടേബിൾ സൗകര്യപ്രദമായി സൂക്ഷിക്കുക. ആർക്ക് വെൽഡിംഗ് മെഷീൻ പവർ സോഴ്സിന് സമീപം വെക്കുക. പവർ കേബിൾ മെയിൻ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുക. മെഷീനിലേക്ക് ഇലക്ട്രോഡ് കേബിൾ കണക്ട് ചെയ്യുക. മെഷീനിലേക്ക് എർത്ത് കേബിൾ കണക്ട് ചെയ്യുക. ഗ്രൗണ്ട് ക്ലാമ്പ് ഉപയോഗിച്ച് എർത്ത് കേബിൾ ശരിയായി വെൽഡിംഗ് ടേബിളിൽ ഉറപ്പിക്കുക. കേബിളിലേക്ക് വെൽഡിംഗ് ഇലക്ട്രോഡ് കണക്ട് ചെയ്യുക. ആവശ്യമായ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ എളുപ്പമുള്ള സ്ഥലത്ത് സൂക്ഷിക്കുക. വ്യക്തിഗത സുരക്ഷാ വസ്ത്രങ്ങൾ ധരിക്കുക. ആർക്ക് മെഷീനുകൾ ഓണാക്കി പവർ സോഴ്സും എർത്തിങ്ങും ശരിയാണെന്ന് ഉറപ്പാക്കുക. മെഷീനിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് നിലവിലെ ആംപെയർ സജ്ജീകരിക്കുക. വെൽഡിംഗ് ടേബിളിൽ MS പ്ലേറ്റ് വയ്ക്കുക. ആർക്ക് സ്ട്രൈക്ക് പ്രക്രിയ. ഇപ്പോൾ ആർക്ക് വെൽഡിംഗ് മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും സജ്ജീകരിക്കുന്നതും ഒരു ആർക്ക് അടിക്കുന്നതും നമുക്ക് നോക്കാം. നൽകിയിരിക്കുന്ന സ്ക്രാപ്പ് അയൺ പ്ലേറ്റ് സർഫസ് ഒരു സ്റ്റീൽ വയർ ബ്രഷ് ഉപയോഗിച്ച് വൃത്തിയാക്കുക. കൂടാതെ സ്ക്രാപ്പ് ഇരുമ്പ് പ്ലേറ്റിൽ ഏതെങ്കിലും എണ്ണ അല്ലെങ്കിൽ ഗ്രീസ്, വെള്ളം, പെയിന്റ് എന്നിവയും വൃത്തിയാക്കുക. വെൽഡിംഗ് ടേബിളിൽ MS പ്ലേറ്റ് ഫ്ലാറ്റ് പൊസിഷനിൽ വയ്ക്കുക. ഇലക്ട്രോഡ് ഹോൾഡറിൽ 3.15 mm ഡയ മീഡിയം കോട്ടഡ് മൈൽഡ് സ്റ്റീൽ ഇലക്ട്രോഡ് ഫിക്സ് ചെയ്യുക. ഇലക്ട്രോഡ് ഹോൾഡറിന്റെ സ്ലോട്ടിലോ ഗ്രോവിലോ ഫ്ലക്സ് പൂശിയ ഇലക്ട്രോഡിന്റെ വയർ അറ്റം ഉറപ്പോടെ ഇരിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. 3.15 mm ഡയ ഇലക്ട്രോഡിനായി 110 ആമ്പ് സജ്ജീകരിക്കുക. വിവിധ വലിപ്പത്തിലുള്ള ഇലക്ട്രോഡുകൾക്കുള്ള നിലവിലെ മൂല്യങ്ങൾ എല്ലാ ഇലക്ട്രോഡ് നിർമ്മാതാക്കളും നൽകുന്നു. കൂടാതെ കറന്റ് ക്രമീകരിക്കുമ്പോൾ അവ ഒരു റഫറൻസ് ആയി ഉപയോഗിക്കാം. ഒരു വെൽഡർ വെൽഡിംഗ് ആരംഭിക്കുമ്പോൾ ഒരു ഇലക്ട്രോഡ് മാറ്റുകയോ അല്ലെങ്കിൽ വെൽഡിംഗ് സമയത്ത് ഒരു ആർക്ക് നിർത്തുകയോ ചെയ്യുമ്പോഴെല്ലാം ആദ്യം ആർക്ക് സ്ട്രൈക്ക് ചെയ്യണം. മെഷീൻ ഒരു DC വെൽഡിംഗ് മെഷീൻ ആണെങ്കിൽ ഇലക്ട്രോഡ് നെഗറ്റീവായി കണക്ട് ചെയ്യുക. ഇലക്ട്രോഡ് ജോബ് പീസിന് മുകളിൽ ഏകദേശം 5 മില്ലിമീറ്ററിൽ ഒരറ്റത്ത് വെൽഡ് ലൈനിലേക്ക് 75 ഡിഗ്രി ആംഗിളിലും പ്ലേറ്റ് സർഫസിലേക്ക് 90 ഡിഗ്രിയിലും ഹോൾഡ് ചെയ്യുക. സ്ക്രാച്ചിംഗ് രീതി എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. കൈത്തണ്ടിന്റെ ചലനം മാത്രം ഉപയോഗിച്ച് വെൽഡിംഗ് ജോലിയിലുടനീളം ഇലക്ട്രോഡ് വേഗത്തിലും മൃദുവായും വലിച്ചുകൊണ്ട് ആർക്കടിക്കുക.
കുറച്ച് സെക്കൻഡുകൾ നേരത്തേക്ക് ഇലക്ട്രോഡ് സർഫസിൽ നിന്ന് ഏകദേശം 6 മില്ലിമീറ്ററോളം ദൂരത്തേക്ക് വലിക്കുക. തുടർന്ന് അതിനെ 3 മില്ലിമീറ്ററോളം ദൂരത്തേക്ക് താഴ്ത്തി ആർക്ക് നിലനിർത്തുക. ആർക്ക് ബ്രേക്ക് ചെയ്യുന്നതിന് ഇലക്ട്രോഡ് മുകളിലേക്ക് പിൻവലിക്കുക. ടാപ്പിംഗ് രീതി എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഗ്ലോബ് സർഫസിൽ ലഘുവായി ടച്ച് ചെയ്യുന്നതിന് ഇലക്ട്രോഡ് താഴേക്ക് നീക്കിക്കൊണ്ട് ആർക്ക് അടിക്കുക. ശരിയായ ആർക്ക് നിലനിർത്താൻ ഇലക്ട്രോഡ് സർഫസിൽ നിന്ന് ഏകദേശം 3 മില്ലിമീറ്ററിലേക്ക് വളരെ ശ്രദ്ധിച്ചുയർത്തുക. തുടർന്ന് കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് 6 മില്ലിമീറ്ററായി താഴ്ത്തുക. ഗ്ലോബ് സർഫസിൽ ഹിറ്റ് മാർക്കുകൾ ഇടാത്തതിനാൽ ടാപ്പിംഗ് രീതി കൂടുതലും ശുപാർശ ചെയ്യുന്നു. ഇലക്ട്രോഡ് അമിതമായി ചൂടാകുകയോ കേടാകുകയോ ചെയ്യാതിരിക്കാൻ അത് പ്ലേറ്റിലേക്ക് ഫ്രീസ് ആയാൽ കൈത്തണ്ട പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് റിലീസ് ചെയ്യുക. ഡീസ്ലാഗ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വെൽഡുകളിലെ സ്ലാഗ് നീക്കം ചെയ്യുമ്പോൾ ചിപ്പിംഗ് ഗോഗിൾസ് അല്ലെങ്കിൽ ചിപ്പിംഗ് സ്ക്രീൻ ഉപയോഗിക്കുക. വെൽഡിംഗ് ജോലി ചെറുതാണെങ്കിൽ ചൂടുള്ള ജോബ് പിടിക്കാൻ ടോങ്ങുകൾ ഉപയോഗിക്കുക. ഇലക്ട്രോഡ് മരവിപ്പിക്കാതെ ഓരോ തവണയും അടിക്കുന്നത് വരെ സ്ക്രാപ്പ് MS പ്ലേറ്റിലെ ആർക്ക് പലതവണ അടിക്കുക. ഈ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ എന്താണ് പഠിച്ചതെന്ന് പെട്ടെന്ന് ഒന്ന് റീക്യാപ്പ് ചെയ്യാം. വെൽഡിംഗ് മെഷീനും ഇലക്ട്രോഡ് ഹോൾഡറും തമ്മിൽ വെൽഡിംഗ് കേബിളുകൾ ബന്ധിപ്പിച്ച് SMAW മെഷീനുകൾ സജ്ജമാക്കുക. വെൽഡിംഗ് മെഷീൻ ഒരു ക്രമത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുകയും നിർത്തുകയും ചെയ്യുക. വെൽഡിംഗ് കറന്റ് സജ്ജമാക്കുക. ആർക്ക് സ്ട്രൈക്ക് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക. ഫ്ലാറ്റ് പൊസിഷനിൽ ഒരുപോലെയുള്ള സ്ട്രെയിറ്റ് ലൈൻ ബീഡ് ഡെപ്പോസിറ്റ് ചെയ്യുക. വെൽഡ് സർഫേസ് ക്ലീൻ ചെയ്ത് പരിശോധിക്കുക. താങ്ക് യു സ്റ്റുഡൻസ്. അടുത്ത സെഷനിൽ കാണാം.